പ്രേംകുമാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് മുമ്പ് നമുക്കറിയാം കനകോലുവിൻ്റെ വരവ് കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ രംഗത്ത് ഏതൊക്കെ തരത്തിൽ താങ്കൾ എങ്ങനെയാണത് നിരീക്ഷിച്ചുള്ളത്? ഈ സാഹചര്യത്തിൽ അത് വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. കാരണം ഈ വാർത്തകൾ ഇങ്ങനെ ഒന്ന് രണ്ട് പത്രങ്ങളിൽ വരുന്നു, നിസ്സാരക്കാരല്ലാത്ത വലിയ പത്രങ്ങളിലാണ് വാർത്തയായി വരുന്നു. അതിൻ്റെ പല തലങ്ങളും നമ്മൾ സംസാരിച്ചല്ലോ. തലക്കെട്ടുകളിൽ വളരെ ഒരു മന്ത്രിയെ തന്നെ ബന്ധപ്പെടുത്തി സർക്കാരും ആ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയും വലിയ പ്രതിസന്ധിയിലാകുന്നു, അതാ പുതിയൊരു വിവാദം വരുന്നു എന്ന നിലയിലേക്ക് കൊണ്ടുവരിക. അതിന് തൊട്ട് പുറകെ ഈ കോൺഗ്രസ് സൈബർ സ്പേസ് ഉണ്ടല്ലോ, അത്തരം ഗ്രൂപ്പുകളിലൂടെ വലിയ പോസ്റ്ററുകൾ പ്രചരിക്കുകയാണ്. നേരിട്ട് മന്ത്രി റിയാസ് ഒരു അഴിമതി നടത്തി എന്ന നിലയിലേക്ക് ഒരു പോസ്റ്റർ ഇറക്കി, ഒരു സോഷ്യൽ മീഡിയ കാർഡ് ഇറക്കി പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് നമുക്ക് പല ഗ്രൂപ്പിലും കാണാനാവുമായിരുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു രീതി, ഇതിൻ്റെ ഒരു പ്രചാരണ രീതി ഏറ്റെടുക്കുകയാണ്. പത്രങ്ങളിൽ കിട്ടുന്ന ഒരു സ്പേസിനെ ഉപയോഗിച്ച് വേറൊരു പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ. അതിനനുസരിച്ച് ഈ കനകോലു എഫക്റ്റ് കോൺഗ്രസ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന രീതി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് തൊട്ട് മുമ്പ് വന്നൊരു വിഷയം കൂടി ഞാൻ പ്രേംകുമാറിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. അതായത് ബാർ പ്രശ്നത്തെ, ബാറുകളുടെ ഈ അബ്കാരി നയവുമായി ബന്ധപ്പെട്ട പുതുക്കുന്ന ആ സമയത്തെ ആ വിവാദം ഓർമ്മയുണ്ടല്ലോ. അതിന് മന്ത്രി രാജേഷ്, എക്സൈസ് മന്ത്രി, നിയമസഭയിൽ മറുപടി നൽകിയ ശേഷം വാർത്താസമ്മേളനത്തിലും മറ്റും പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി വരുന്ന 2 വർഷക്കാലം വളരെ സ്തോഭജനകമായ ബ്രേക്കിംഗ് ന്യൂസുകൾ ഉണ്ടാകും, ഒട്ടും അത്ഭുതപ്പെടേണ്ട, ഉണ്ടാവും. തെറ്റാണെന്ന് തെളിഞ്ഞാലും അവ തിരുത്തില്ല, അതുകൊണ്ട് തന്നെ അത് കരുതിയിരുന്നോളുക, ശ്രദ്ധിച്ചിരുന്നോളുക എന്ന് പറഞ്ഞത് ഇതേ സഭാ കാലയളവിൽ തന്നെ മറ്റൊരു ശ്രമം നടക്കുമ്പോൾ എം പി രാജേഷ് പറഞ്ഞത് കുറെ കൂടി പ്രസക്തമാവുകയാണോ? അല്ല, അതിലെന്താന്ന് വെച്ചാൽ SK സജീഷ് വിശദമായിട്ട് പറഞ്ഞ സംഗതിയോട് എനിക്ക് കുറച്ച് കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ വിയോജിക്കാനോ ആണുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഒരു കാലത്തും നിങ്ങളെടുക്കുന്ന നിലപാടുകൾ ഇടതുപക്ഷ പുരോഗമന നിലപാടുകളാണെങ്കിൽ ആ നാട്ടിൽ നിൽക്കുന്ന സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്ന ഐഡിയോളജിക്കൽ അപ്പാരറ്റസസ് എന്ന് പറയുന്ന ലിറ്ററേച്ചർ ആയിരുന്നാലും മീഡിയ ആയിരുന്നാലും TV ആയിരുന്നാലും സോഷ്യൽ മീഡിയയിലായിരുന്നാലും അതിനോട് ചേർന്ന് നിൽക്കില്ല, അതിനെ പൊളിക്കാനേ ശ്രമിക്കുള്ളൂ. CPM നടത്തുന്ന പ്രചരണങ്ങളെ, ഇടതുപക്ഷം നടത്തുന്ന പ്രചരണങ്ങൾക്കെതിരാണ് സകല മാധ്യമങ്ങളും, മെറ്റയും വാട്സാപ്പും എല്ലാം എങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിലനിൽക്കുന്ന ഈ നെറുകെട്ട വ്യവസ്ഥക്കെതിരെയുള്ള എന്തെല്ലോ കാര്യങ്ങൾ CPMന്റെ ഇടതുപക്ഷത്തിന്റെ ഇടപെടലുകളിൽ ഉണ്ടെന്നാണ്. പക്ഷേ ആ ഘട്ടത്തിൽ ഇടതുപക്ഷ പാർട്ടികളോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ ചെയ്യേണ്ടത് ഇവരെല്ലാം കൂടി ബഹളം ഉണ്ടാക്കുന്നേ എന്ന് പറയുക എന്നല്ല, എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല എന്നുള്ളിടത്താണ് എനിക്കുള്ള വിമർശനം. അതായത് ഫ്യൂഡൽ മാടമ്പിമാര് തൊഴിലാളികളെ അല്ലെങ്കിൽ കർഷകരെ പീഡിപ്പിക്കുന്നു, അവരെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നു, മുതലാളിമാർ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതിന്റെ അവസ്ഥകൾ വിശദീകരിക്കണം, തീർച്ചയായിട്ടും വിശദീകരിക്കണം. പക്ഷെ കേരളത്തിന്റെ അവസ്ഥയിൽ മീഡിയയെ പറ്റിയിട്ടും വലതുപക്ഷ മുന്നണിയെ പറ്റിയിട്ടുള്ള വിശദീകരണങ്ങൾ ആവശ്യത്തിലൊക്കെ എത്രയോ കൂടുതലായി. വാട്ട്സ് ഓൾട്ടർനേറ്റീവ്? ഇതാണ് പ്രശ്നം. പകരം എങ്ങനെയാണ് ആളുകളിലേക്ക് വസ്തുത അറിയിക്കാൻ, എത്തിക്കാൻ, എന്താണ് ചെയ്യാനുള്ളതെന്നാണ്. കൊച്ചിയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ഗംഭീര ഇവന്റ് നടക്കുന്നുണ്ട്. IBMന്റെ ജെൻ AI കോൺക്ലേവ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോകത്തിന്റെ നാനാഭാഗത്തുനിന്ന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണത്. മിനിസ്റ്റർ P രാജീവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. ഒരു മീഡിയയിലും അത് വരുന്നില്ല, അത് ആളുകളിൽ എത്തുന്നില്ല. ഈ 12-ാം തീയതി നോക്കൂ നിങ്ങൾ, വിഴിഞ്ഞത്ത് മദർഷിപ്പ് വരാൻ പോവാണ്. അവിടെ ഷിപ്പേ വരില്ല, ഒന്നും ഉണ്ടായിട്ടില്ല എന്ന്, ഒരു കൊല്ലമായിട്ടില്ല കേരളത്തിലെ നിയമസഭയുടെ ഫ്ലോറിൽ വെച്ച് VD സതീശൻ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് മാധ്യമങ്ങൾ കൊടുക്കുന്നില്ല. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ മലയാള മനോരമയെയും ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങളെ ചൊല്ലിയോ തല്ലിയോ നന്നാക്കാം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് വിഡ്ഢിത്തരമാണ്. അതിന് പകരം എന്ത് ചെയ്യാനാവുമെന്ന് ആലോചിക്കാനല്ല, ചെയ്യുക എന്നുള്ളതാണ്. ഇതിനകത്ത് രണ്ട് സാധ്യതകൾ നമ്മൾ കാണണം. കാരണം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഏറ്റവും ഗംഭീരമായിട്ട് സോഷ്യൽ മീഡിയയെയും മാനിപ്പുലേറ്റ് ചെയ്ത് ഉപയോഗിച്ചത് നമുക്കറിയാവുന്ന പോലെ മോഡി സർക്കാരാണ്. പക്ഷേ ആ മാനിപ്പുലേഷൻ 2 തവണ അവരെ അധികാരത്തിൽ എത്തിച്ചു. പക്ഷേ 3-ാം തവണ എത്തുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ഫണ്ട് പമ്പ് ചെയ്തിട്ട് പോലും നമുക്കറിയാലോ, ഈ ഇലക്ഷൻ സമയത്ത് 100-ലധികം ഇന്റർവ്യൂസ് ആണ്, പ്ലാൻഡ് ഇന്റർവ്യൂസ് ആണ് നരേന്ദ്രമോദി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുവരെ ഒരു ഇന്റർവ്യൂവും കൊടുക്കാതിരുന്ന ആൾ. എന്നിട്ട് പോലും ധ്രുവ് റാട്ടിയുടെ വീഡിയോയ്ക്ക് മുന്നിൽ ഇദ്ദേഹം പതറി വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് മുന്നിൽ ഈ മനുഷ്യനെ നിന്ന് പതറുന്നത് നമ്മൾ കാണുന്നു. അപ്പം ഈ സ്ട്രാറ്റജിയും പേയ്മെന്റും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു റൈസിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ പിന്നെ there is a falling action on that.
2021 ഇലക്ഷന് മുന്നേയും കേരളത്തിലെ UDF-ഉം BJP-യും മീഡിയയും കൂടെ ഇടതുപക്ഷത്തിനെതിരെ അവരുടെ സർവ്വശക്തിയും എടുത്തിട്ട് ഗംഭീരമായ യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ യുദ്ധത്തിൽ പക്ഷേ ഇടതുപക്ഷമായിരുന്നു വിജയിച്ചത്. പക്ഷെ അതിനുശേഷം ഞാൻ മനസ്സിലാക്കുന്നത് കനകോലു രാഷ്ട്രീയ KPCC യോഗത്തിൽ ഇറങ്ങി വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പോസ് ചെയ്തു എന്നല്ലാതെ അവർ ചെയ്യേണ്ടുന്ന പരിപാടികൾ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ കോഴിക്കോടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ വിവാദത്തിന്റെ അകത്ത് എനിക്ക് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് ഒരു കാര്യം, മുഹമ്മദ് റിയാസിന്റെ കൂടെ സച്ചിൻ ദേവ് MLA-യുടെ പേര് കൂടെ പറയുന്നുണ്ട്. ഈ വാർത്തകൾക്കിടയിൽ ഇങ്ങനെ പറയാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ അറിയാം, ഒരു ദിവസം കേരളത്തിൽ ചുരുങ്ങിയത് 100-ലധികം വ്യാജ വാർത്തകൾ, വെറും ഫേക്ക് ന്യൂസ്, ട്രോൾ വീഡിയോസ് ഉണ്ടാവുന്നുണ്ട് സച്ചിൻ ദേവുമായി ബന്ധപ്പെട്ടിട്ട്. സച്ചിൻ ദേവ് ആര്യ സച്ചിൻ ദേവ് പൊട്ടിക്കരഞ്ഞു, ആര്യയെ പുറത്താക്കാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ടാർഗറ്റാണ്. എന്താണ് അതിന്റെ കറക്റ്റ് ലോജിക്ക് എന്ന് എനിക്കറിയില്ല. കോഴിക്കോടുള്ള ആളാണെന്നുള്ളതുകൊണ്ടാണ്, എന്താണെന്ന് അറിയില്ല. അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു യങ്സ്റ്ററെ ഇത്രയും വലിയൊരു പൊസിഷനിൽ വെച്ചത് തകർക്കുക, തിരുവനന്തപുരത്തുള്ള ഇടതുപക്ഷത്തിന്റെ ഒരു ആധിപത്യം, എന്താണ് അതിന്റെ പിറകിലുള്ള കറക്റ്റ് മെഷീനറി എന്ന് എനിക്കറിയില്ല. സച്ചിൻ ദേവ് ആര്യ ഈ പേരിനെയും അതിഭീകരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള സാധനങ്ങൾ അറിയുകയും അതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കാനുള്ള ഇടപെടലുകൾ നടത്തുകയാണ് വേണ്ടത്. ഉണ്ടാവേണ്ടതിനേക്കാൾ ഏറെ ശേഷി കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ട്. പക്ഷെ അത് പ്രോപ്പറായ രീതിയിൽ വിനിയോഗിക്കുന്നതിൽ, അതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ട്, അതിൻ്റെ എമർജൻസി സിറ്റുവേഷനെ പറ്റിയിട്ട് ഇപ്പോഴും അവെയർ അല്ല ഇടതുപക്ഷം എന്ന് വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ സ്വാഭാവികമായിട്ട് നടന്നുകൊള്ളും. സത്യമാണല്ലോ. അതായത് മുഹമ്മദ് റിയാസ് വിചാരിക്കുന്ന പോലെ ഞാൻ ഒരു PSC മെമ്പറേയും റെക്കമെൻഡ് ചെയ്തിട്ടില്ല, ഞാൻ ഒരാളുടെ കാശ് വാങ്ങിച്ചിട്ടില്ല, കാശ് വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ അറിയുന്ന ആരും വിശ്വസിക്കുകയില്ല, ഒക്കെ സത്യമാണ് എന്ന് കരുതി മാറി നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ ക്യാമ്പയിൻ ഗംഭീരമായിട്ട് നടന്നു പോകുന്നത്. ഇപ്പം സാധാരണഗതി നമുക്കറിയാം, പഴയ സ്വർണ്ണക്കള്ളക്കടത്ത് സമയത്ത് വന്നിരുന്നൊരു വാർത്തയായിരുന്നു UAE കോൺസുൽ ആളുകൾക്ക് iPhone കൊടുത്തു എന്നുള്ളൊരു വാർത്ത. ആദ്യഘട്ടത്തിൽ കണ്ടത് CPM-ന്റെ നേതാക്കന്മാർക്ക് കൊടുത്തു, ഭാര്യയ്ക്ക് കൊടുത്തു എന്നൊക്കെയായിരുന്നു. പിന്നെ അറിയുന്നു രമേശ് ചെന്നിത്തലയ്ക്കും ഒരു ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, IMEI നമ്പറൊക്കെ വന്നു. അന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, സത്യമായിട്ട് ക്ലിയർ ആയിട്ട്, ഞാൻ വാങ്ങിച്ചിട്ടില്ല, എൻ്റെ ഡ്രൈവർ വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അദ്ദേഹത്തിന്റെ ഡ്രൈവർ ആയിരുന്നു വാങ്ങിച്ചത്. രാഷ്ട്രീയ കേരളം അത് വിശ്വസിക്കുകയാണ് ചെയ്തത്. അവിടെ നിൽക്കുകയായിരുന്നു ബഹളം. കാരണം രമേശ് ചെന്നിത്തല അറിയാതെ അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഒരു iPhone വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ രമേശ് ചെന്നിത്തലയെ ക്രൂശിക്കുന്നതും അയാളുടെ പിന്നാലെ പോകുന്നതും ശരിയല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് നമ്മളുടേത്. പക്ഷേ ഇതേ സംഗതി മുഹമ്മദ് റിയാസിന്റെയോ പിണറായി വിജയന്റെയോ ഡ്രൈവറാണ് വാങ്ങിച്ചതെങ്കിൽ ഈ തരത്തിലല്ല കേരളവും കേരളത്തിലെ മീഡിയയും ആഘോഷിക്കുക. അതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ പറ്റി കൃത്യമായി അവെയർ ആയിരിക്കുകയും, ഞാൻ പലപ്പോഴും ഇതിനായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഒരു 2-3 ദിവസത്തെ തീരുമാനം കൊണ്ട് കേരളം മുഴുവൻ 1000-ലധികം കമ്മ്യൂണിറ്റി കിച്ചണുകൾ ഉണ്ടായിട്ട് ലോകത്തിന് മാതൃകയായ രീതിയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു സൊസൈറ്റിയുള്ള നാടാണ് കേരളം. അവിടെയുള്ള ഈ സിവിക് സൊസൈറ്റിയെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ അബദ്ധങ്ങൾ പറ്റില്ല, ഒരിക്കലും അബദ്ധങ്ങൾ പറ്റില്ല ഞങ്ങൾക്ക് എന്നുള്ള ആ ഒരു അന്ധവിശ്വാസം മാറ്റി, അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാനും ഫ്ലെക്സിബിൾ ആയിട്ട് സമ്മതിക്കാനും ആളുകൾക്ക് മനസ്സിലാവുന്ന ലോജിക്കിൽ സംസാരിക്കാനും. കാരണം ഞാൻ പറയുന്നത് ശരിയായാൽ മാത്രം പോരല്ലോ, കേൾക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുകയും വേണം. അവരുടെ കോമൺ സെൻസിനെ ചോദ്യം ചെയ്യാത്ത രീതിയിൽ കാര്യങ്ങളെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ലൈറ്റായിട്ട് അപ്രോച്ച് ചെയ്യും, പിടിച്ച വാശിയിൽ തന്നെ നിൽക്കാതെ സമ്മതിക്കുകയും ചെയ്യുന്ന രീതിയിൽ സജസ്റ്റീവായിട്ടുള്ള ഇടപെടലുകൾ നിർബന്ധമാണ്. അല്ലെങ്കിൽ ഇല്ലാതാവുന്നത് ഒരു പാർട്ടിയോ ഒരു മുന്നണിയോ ഒരു മുഖ്യമന്ത്രിയോ അല്ല, ഇടതുപക്ഷ ചേരി എന്ന് പറഞ്ഞ കേരളത്തെ ഇത്രയും കാലം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഇനിയും ഏറെ നടത്താനുള്ള ഒരു സംഗതിയാണ് ഇല്ലാതാവുന്നത്. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമസ്ത മുന്നണികളും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ ഇതിനെ അതിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്തം CPIM എന്നുള്ള പാർട്ടിക്ക് തന്നെയാണ്. അതിൽ ഞാൻ ഒന്നും കൂടെ പറയും, സരീഷ് ഇവിടെ ഉള്ളതുകൊണ്ട് അതിന്റെ യുവജന വിഭാഗത്തിനാണ്, DYFIക്കാണ്, SFIക്കാണ് ആ കാര്യം, ആ ചരിത്രപരമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആലോചിച്ചാൽ പോരാ, എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. റൈറ്റ്, നമുക്കതിലേക്ക് വരാം. അതിൻ്റെ അവസാന ഘട്ടത്തിൽ സജീഷ് അതുകൂടി ചേർത്തൊരു മറുപടി പറയട്ടെ. കാരണം ഇത്തരം ഈ നിലയിലും ഈ വിഷയത്തെ സമീപിക്കേണ്ടതുണ്ട്. തെറ്റായ പ്രചാരണം നടക്കുമ്പോഴും അതിനപ്പുറം വസ്തുത എന്താണ്, ഏത് തരത്തിലുള്ള പ്രചാരണം നടത്തുന്നു, എന്താണ് ഇതിന് പിന്നിലെ താല്പര്യങ്ങൾ എന്നതുകൂടി ചർച്ചയുടെ ഭാഗമാകേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഈ വിഷയം ആ നിലയിൽ തന്നെ സംസാരിച്ചു പോകുന്നത്.